സൈജു കുറുപ്പ് നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രം അഭിലാഷം, അതിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. അർജുന അശോകൻ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, തൻവീർ റാമു ആണ് മെയിൻ ബാക്കിയുള്ള ആക്ടേഴ്സ്. സോ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസ്. ഇപ്പോഴും ജനതനാണ്. സോഷ്യൽ മീഡിയ മനസ്സ് വലിയ കുത്തുപോലെ മാറ്റാൻ എനിക്ക് കിട്ടിയൊരു അവസരം. ഇത് രണ്ടിനും വേണ്ടിയ സമയം. ഓക്ക് താജുനോട് എന്തെങ്കിലും സോഫ്റ്റ് കോൺ ഉണ്ടോന്നാണ്. ഈ യാത്രയുടെ ഇടയിൽ ജോൺ മനസ്സിലെങ്കിലും കയറി പറ്റും. ഇനിയിപ്പോ മനസ്സിൽ കയറി പറ്റിയില്ലെങ്കിലും പറഞ്ഞല്ലോ മുഴുവൻ പറയാം. കൊച്ചു കള്ള ഈ ഒടുക്കത്തെ അഭിനയാണോ? അഭിനയല്ല. സൈജു കുറുപ്പിന്റെ ലുക്ക് ഭയങ്കര രസമാണ്. ഇതാണ് പറ്റിയ സ്ഥലം, പറ്റിയ സമയം. ജനിത് കാഴ്ചപ്പള്ളിയാണ് മാർച്ച് 29. 29 2 ദിവസം കഴിഞ്ഞ്. ഓ രസമുണ്ട്. അതെ, നല്ല വൃത്തിയുണ്ട് അല്ലേ? അല്ല, എനിക്ക് സൈജു കുറുപ്പിന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഭയങ്കര ഒരു ഇതുവരെ പുള്ളി ആ സാധനമൊക്കെ പുള്ളിക്കാരനെ പുള്ളി ഇപ്പം നായകനായിട്ടോ അല്ലെ പുള്ളി വരുന്ന ഇൻവോൾവ് ആവുന്ന പടങ്ങളൊക്കെ എല്ലാം ഒരു 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 ചെറിയ രസമുള്ളൊരു സാധനമാണ്. പുള്ളി ഈ ഇടയ്ക്കെന്താ ഭരതനാട്യമൊക്കെ ഭയങ്കര രസമുള്ള പടമായിരുന്നു. അപ്പോൾ ഇതും ആ ഒരു 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 ഭംഗിയുള്ളൊരു കൊച്ചു പടമാണ്. അപ്പോൾ അത് കൊള്ളാം സംഭവം. പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. അതെ അതെ, നല്ല രസമുണ്ട്. ഒരു പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് ജനിത് കാഴ്ചപ്പള്ളി. ജനിത് കാഴ്ചപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ മറിയം വന്ന് വിളക്കൂതി എന്നുള്ള പടത്തിൻ്റെ റൈറ്റിംഗ് ഡയറക്ടർ പുള്ളിയാണ്. പുള്ളി കുറച്ച് ആഡൊക്കെ അല്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചെറിയ രസകരമായിട്ടുള്ള ഒരു പടമാകാൻ ചാൻസ് ഉണ്ട്. ഒരു കുഞ്ഞു പടമാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് ഇവർ ഇനിഷ്യലി 27-ാം തീയതി എങ്ങാണ്ടായിരുന്നു ഇവരുടെ എമ്പുരാൻ ഒപ്പമായിരുന്നു. ഇവർ ഇനിഷ്യലി തിയേറ്റർ കിട്ടാതെ എന്തെങ്കിലും ആയിരിക്കണം. 29-ാം തീയതിയിലേക്ക് ഇവർ ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത്ര തിയേറ്റർ കിട്ടണമെന്നുണ്ടല്ലോ. അതെ അതെ അതെ, ഇത്രയും തിയേറ്റർ ഉണ്ടായിട്ട് തന്നെ ടിക്കറ്റ് പോലും കിട്ടാനില്ല. അപ്പോഴാണ് മറ്റേ ഇതിനിടയ്ക്ക് വേറെ പടങ്ങൾ വെച്ച് കിട്ടുന്നത്. അത് തന്നെ. ഇപ്പോൾ ഇതിനിടയ്ക്ക് വിക്രത്തിലെ പടങ്ങളുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാം കൂടെ അങ്ങോട്ട് കുഴഞ്ഞു പറയും. അപ്പോൾ അതുകൊണ്ട് ഏതായാലും 2 ദിവസം തള്ളി ഇറക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ എമ്പുരാൻ്റെ ആ ഒരു ആദ്യം കണ്ട് ഇറങ്ങുന്ന ഓഡിയൻസൊക്കെ പിന്നീട് ഒന്ന് ശാന്തമാകാൻ വേണ്ടി അഭിലാഷം കാണുന്നതായിരിക്കും. അതെ, ഒരു കുഞ്ഞു പടം, ഒരു സന്തോഷമുള്ള ഒരു കൊച്ചു പടം. അല്ല, ആദ്യം ഒരു ചെറിയ കൊച്ചുപടം 27-ാം തീയതി കണ്ടിട്ട് പിന്നെ വെള്ളിയാഴ്ച വീണ്ടും ചെറിയ കൊച്ചുപടം. കുഞ്ഞു പടമാണ് അല്ലേ എമ്പുരാൻ? വലിയ പടം ഞാൻ പറഞ്ഞിട്ടില്ല. എമ്പുരാൻ്റെ കൊച്ചു പടമാണ്. അതുപോലെ തന്നെ എമ്പുരാനേക്കാൾ കൊച്ചു പടമാണ് അല്ലേ അഭിലാഷം? അത്രേ ഉള്ളൂ. അതെ, ചെറിയ വ്യത്യാസം. അപ്പോൾ ഏതായാലും ഈ സിനിമ ഇത് രസമുണ്ട്. എൻ്റെ ട്രെയിലർ നല്ല രസമുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല രീതിയിൽ സിനിമാറ്റോഗ്രാഫി നല്ല രസമുണ്ട് അല്ലേ? നല്ല വൃത്തിയുണ്ട് മൊത്തത്തിൽ. സോ ഏതായാലും സിനിമ വരട്ടെ, നമ്മൾ കാണുന്നതായിരിക്കും മാർച്ച് 29. അതെ, കാണാം. പടങ്ങളെല്ലാം നമ്മൾ മുടങ്ങാതെ കാണുന്നുണ്ട്. ഞങ്ങൾ റിവ്യൂ ഇടാത്തത് ഇപ്പോൾ അവരുടെ നിർത്തിയുണ്ടാവും റിവ്യൂ. പക്ഷേ ഞങ്ങൾ എമ്പുരാന് നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും. സ്പെഷ്യൽ റിവ്യൂ. അതെ, സ്പെഷ്യൽ റിവ്യൂ എമ്പുരാന് മാത്രം ഉണ്ടാവും.